അതിനെ നമ്മുടെ പ്രമോദ് നാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ള റാന്നി MLA പ്രമോദ് നാരായണനെ നമ്മൾ ഈ അടുത്തിടയ്ക്ക് കേട്ടത് ഈ പറയുന്ന പോലെ ജോസ് കെ മാണി മുന്നണി വിട്ടു പോയി, UDF സ്വീകരിച്ചു, എന്നാൽ ജോസ് കെ മാണി പോയില്ല എന്ന കഥകൾ നമ്മൾ കേൾക്കുന്ന ഒരു സമയം. കഥയല്ല, സംഭവം ഏതാണ്ട് ഓപ്പറേഷൻ 60% 70% നടന്നിരിക്കുകയായിരുന്നു. അപ്പോഴും നമ്മൾ കേട്ട 2-3 പേരുകളിലൊന്ന് ജയരാജ്, അദ്ദേഹത്തിനൊപ്പമുള്ള ജയരാജ്, പിന്നീട് പറയുന്ന റോഷി അഗസ്റ്റിൻ, പ്രമോദ് നാരായണൻ, ഇവർ 3 പേര് പോകില്ല, ജോബ് മൈക്കിളും ഇദ്ദേഹവും ചിലപ്പോൾ പോയേക്കും എന്ന് പറഞ്ഞു. അവർ ഏതാണ്ട് ആ MLA-മാരുടെ എണ്ണം വെച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞതാണ്. പ്രമോദ് നാരായണൻ പഴയ SFI-കാരനാണ്. അദ്ദേഹം ആ മണ്ഡലത്തിൽ റാന്നിയിൽ ഒരുപാട് കാര്യം, പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലെ മുൻ MLA രാജു എബ്രഹാമാണ്. അദ്ദേഹം ചെയ്ത കാര്യങ്ങളും മറ്റുമൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് ഓടിച്ച് ഇപ്പം തന്നെ നമ്മളൊരു ജസ്റ്റ് ഒരു അദ്ദേഹത്തിനെ സംബന്ധിച്ച് നമ്മൾ കുറിപ്പ് വായിക്കുകയുണ്ടായി. എന്ത് തോന്നുന്നു അതിലെ? അദ്ദേഹം പഴയ SFI-കാരനൊക്കെയാണ്, വീണ്ടും അദ്ദേഹം മത്സരിക്കുന്നു തന്നെ കേൾക്കുന്നു. പൊതുവെ റാന്നി മണ്ഡലം എടുത്ത് നോക്കുകയാണെങ്കിൽ പത്തനംതിട്ടയിലാണ് വരുന്നത്. KB ഗണേഷ് കുമാറിന്റെ തട്ടകം എന്ന് വിളിക്കപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഈ പറയുന്ന പത്തനംതിട്ട. അപ്പൊ അതില് റാന്നിയെ എനിക്ക് റാന്നിയെ സംബന്ധിച്ച് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, CPM-ന്റെ ഒരു ചായ്വുള്ള ഒരു മണ്ഡലമാണ് റാന്നി എന്ന് പറയുന്നത്. ഈ അടുത്ത ഒരുപാട് വർഷങ്ങളായി രാജു എബ്രഹാം അടുപ്പിച്ച് 2 തവണ അവിടെ ജയിക്കുന്നു. അതും അത്യാവശ്യം ഭൂരിപക്ഷത്തിൽ തന്നെയാണ് രാജു എബ്രഹാം അവിടെ ജയിച്ചു വന്നത്. സാധാരണ ആദ്യ ജയത്തിന് ശേഷം 2ാം ജയം അല്പം നേരിയ ഭൂരിപക്ഷം കുറവെങ്കിലും നമ്മൾ വിചാരിക്കും. പക്ഷെ അത്യാവശ്യം നല്ല ഭൂരിപക്ഷത്തിൽ രാജു എബ്രഹാം ജയിച്ചു വന്നിരുന്ന മണ്ഡലമാണ്. പക്ഷെ അതിനുശേഷം 2021 ഇലക്ഷൻ നോക്കുകയാണെങ്കിൽ അവിടെ ആണ് ഈ പറയുന്ന രീതിയിൽ സ്ഥാനമാറ്റം അല്ലെങ്കിൽ മണ്ഡലം കൈമാറുന്നത്. അഡ്വക്കേറ്റ് പ്രമോദ് നാരായണനിലേക്ക് മണ്ഡലം എത്തുകയും, പക്ഷെ ആ ഒരു സമയത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരുപാട് ഭൂരിപക്ഷം കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കോൺഗ്രസിനും അത്യാവശ്യം ഒരു 40% അല്ലെങ്കിൽ വോട്ടുകൾ കോൺഗ്രസ് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 41% ഈ പറയുന്ന പ്രമോദ് നാരായണന്റെ ആ ഒരു സീറ്റ്, അല്ലെങ്കിൽ അങ്ങനെയാണ് പുള്ളി അവിടുത്തെ സിറ്റിംഗ് MLA ആയിട്ടൊക്കെ വരുന്നത്. പക്ഷേ പ്രമോദ് നാരായണന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ എല്ലാ മണ്ഡലങ്ങളിലും അങ്ങനെ ഒരു പരിശോധന സമയമാണല്ലോ പുതിയൊരു ഇലക്ഷൻ വരുമ്പോഴത്തേക്കും ഈ പറയുന്ന പ്രകടന പട്ടികയോടൊപ്പം തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള വികസനങ്ങളെ പറ്റിയിട്ടും അതേപോലെ തന്നെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പുതിയ പദ്ധതികളെ പറ്റിയിട്ടുമാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ പൊതുവെ ഉണ്ടായിരുന്ന പലരും കേൾക്കുന്ന ഒരു പ്രശ്നമാണ്, വലിയ ഒരുപാട് ബിൽഡിങ്സ് ഒക്കെ ഉദ്ഘാടനം ചെയ്തിരുന്ന ഒരു രീതിയുണ്ട്. എന്തിനാണെന്ന് പോലും അറിയാതെ പല മണ്ഡലങ്ങളിലും ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഉദ്ഘാടനം ചെയ്തിടുകയാണ്. എന്നിട്ട് നമ്മുടെ പ്രകടന പട്ടിക വരുമ്പോഴത്തേക്കും ഞങ്ങളുടെ ജില്ലയിൽ അല്ലെങ്കിൽ എന്റെ മണ്ഡലത്തിൽ ഞാൻ ഇത്രയധികം സംവിധാനങ്ങൾ കൊണ്ടുവന്നു, ഇത് ഏതെങ്കിലും ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംശയമാണ്. പക്ഷെ ഇയാളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, സാധാരണ ജനങ്ങളെ ഐഡന്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് പ്രധാനമായിട്ടും അവർ നേരിടുന്ന പ്രശ്നങ്ങളെയാണ് ഊന്നിയോടെ പ്രവർത്തിച്ചിട്ടുള്ളത്. ഒരു സ്ഥലം എടുത്തു നോക്കുകയാണെങ്കിൽ, ഒരു മണ്ഡലം എടുത്തു നോക്കുകയാണെങ്കിൽ അവിടുത്തെ സാധാരണ ജനങ്ങളുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ട്രാൻസ്പോർട്ടേഷൻ തന്നെയായിരിക്കും. അപ്പോൾ ട്രാൻസ്പോർട്ടേഷനും പിന്നീടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഒരു സാധാരണ അല്ലെങ്കിൽ ഒരു അപ്പർ ക്ലാസ് ഡൗൺവേർഡ് ക്ലാസ് എന്നൊക്കെ നമ്മൾ തരം തിരിച്ച് പറയുമല്ലോ. അപ്പൊ ആ രീതിയിൽ ഈ പറയുന്ന SC/ST കാറ്റഗറി അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറൈസിൽ പെടുന്ന സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പ്രവർത്തനങ്ങൾ, ഈ 2 കാര്യങ്ങളാണ് ഇദ്ദേഹം കൂടുതലായിട്ടും ചെയ്തിട്ടുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ വെറുതെ റോഡ് മാത്രമല്ല, ഈ ഉൾനാടുകളിലൊക്കെ പലരും അല്ലെങ്കിൽ എല്ലാവർക്കും അങ്ങ് വാഹനങ്ങളുള്ള സ്ഥലങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ റാന്നി എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു മണ്ഡലമാണ്. ഈ പറയുന്ന പത്തനംതിട്ടയുടെ മനോഹാരിത മുഴുവനുള്ള ഒരു മണ്ഡലമാണ് റാന്നി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് പലയിടത്തേക്കും ബസ് റൂട്ടുകൾ പോലും ഇല്ല. അപ്പോൾ ഇയാളുടെ നിരന്തര പ്രവർത്തനങ്ങൾ കൊണ്ട് ബസ് റൂട്ടുകൾ വന്നു എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ്, ഇപ്പോഴും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളുള്ള ഒരു കേരളമാണ് നമുക്ക്. നമ്മുടെ സംസ്ഥാനത്ത് എല്ലായിടത്തും ഈ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടോ എന്നുള്ളതും അതേപോലെ വെച്ചെടുത്തത് കത്താത്തത് പോലും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് റാന്നി പോലെയുള്ള ഒരു ഉൾനാടൻ മണ്ഡലത്തിൽ കൃത്യമായി സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുക. അതേപോലെ തന്നെ ഈ പറയുന്ന ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു നല്ല പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഏകോപിച്ച് കൊണ്ടുപോകുക അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ തന്റെ മണ്ഡലത്തിലേക്കും പ്രമോദ് കുമാറിനെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നൊരു ഒരു പോസിറ്റീവ് കാര്യമാണ് പുള്ളിയുടെ നമുക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇയാൾക്കുണ്ടായ അല്ലെങ്കിൽ പുള്ളി കയറിയ സമയത്ത് ഭൂരിപക്ഷം കുറഞ്ഞു
അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യവസ്ഥയാണല്ലോ ഉണ്ടാവുന്നത്. കാരണം രാജു എബ്രഹാമിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സീറ്റിനെ പെട്ടെന്ന് ഒരു മണ്ഡലം മാറ്റി പുതിയൊരു സ്ഥാനാർത്ഥി നിർത്തുന്ന സമയത്ത് ഒരു ഭൂരിപക്ഷ കുറവ്. രാജു എബ്രഹാം നല്ല MLA ആയിരുന്നു, അദ്ദേഹം നന്നായിട്ട് കാര്യങ്ങൾ ചെയ്താ. അതെ, അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ രണ്ടാമത്തെ തവണയും അയാൾ മത്സരിച്ച സമയത്ത് അത്രയധികം ഭൂരിപക്ഷം കിട്ടുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ ഭൂരിപക്ഷത്തിലൊന്നും ആയിരുന്നില്ല പ്രമോദ് നാരായണൻ അവിടെ സിറ്റിംഗ് MLA ആയിട്ട് വരുന്നതെന്ന് പറയുന്നത്. അപ്പൊ വീണ്ടും ഒരു പരീക്ഷണം എന്ന് പക്ഷെ അതിനകത്തൊരു കാരണം എന്തെന്നറിയാവോ, ഈ രാജു എബ്രഹാം എന്ന് പറയുന്ന CPM-ന്റെ തന്നെ സ്ഥാനാർത്ഥിയാണ്. ഈ പറയുന്ന പ്രമോദ് നാരായണൻ പഴയ കേരള കോൺഗ്രസിലാണ് ഇപ്പോൾ ഉള്ളത്, പഴയ CPM-കാരനാണെന്ന് മാത്രമേ ഉള്ളൂ. കേരള കോൺഗ്രസ് M-ന്റെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ സ്ഥാനാർത്ഥി മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയമുണ്ട്, പാർട്ടിയും മാറുന്നു, രാഷ്ട്രീയവും മാറുന്നുണ്ട്. കാര്യം കഴിഞ്ഞ തവണ ഈ പറയുന്ന ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് പറയുന്ന അസോസിയേറ്റ് മാത്രമായിരുന്നു, ഇവരുടെ ഇടതുമുന്നണിയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം അങ്ങനെയല്ല, ഇപ്പൊ അവര് പാർട്ടിയിൽ LDF മുന്നണിയിൽ തന്നെ ഉള്ളതാണ്. അതുകൊണ്ടാണ് അത് സംഭവിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇത്രയും വികസന പ്രവർത്തനങ്ങൾ നടത്തിയ തീർച്ചയായും ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ പൊതുവെ ഒരു മണ്ഡലത്തിലേക്ക് പോയിട്ട് ഇത്രയധികം പ്രവർത്തനങ്ങൾ ഞാൻ കൊണ്ടുവന്നു എന്നതിനപ്പുറത്തേക്കും അത് ജനങ്ങൾക്ക് ഉപയോഗപ്പെട്ടോ എന്നുള്ളതാണ് വലിയൊരു ചോദ്യം എന്ന് പറയുന്നത്. ഇപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രി ട്രോൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ന്യൂയോർക്കിനെ പോലെ വളരെ മനോഹാരിതമായിട്ടുള്ള റോഡുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പല മണ്ഡലങ്ങളിലെയും ചില റോഡുകൾ നമ്മൾ എടുത്തു കാണിച്ചിട്ട് പറയാറുണ്ട്, ഈ മണ്ഡലത്തിലെ റോഡ് കണ്ടോ എന്ന് വെച്ചാൽ ഒരു മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സ്വിമ്മിംഗ് പൂളായി. അപ്പൊ അത്തരത്തിലുള്ള റോഡുകൾ ഉള്ള ഒരു സ്ഥലത്ത് റാന്നി പോലെ ഒരു മണ്ഡലത്തിൽ അയാൾക്ക് അത്രയധികം പ്രവർത്തനങ്ങൾ ചുരുങ്ങിയ കാലം കൊണ്ട്, ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയം കൃത്യമായി ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ പറയുന്ന റാന്നി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ കേരള കോൺഗ്രസ് M-ന്റെ പ്രതിനിധിയായിട്ടുള്ള അഡ്വക്കേറ്റ് പ്രമോദ് നാരായണന് നല്ല രീതിയിൽ ഒരു കാഴ്ചവെക്കാൻ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അടുത്ത ഒരു ഇലക്ഷൻ വരുന്ന സമയത്തേക്കും ബാക്കിയുള്ള പ്രതിപക്ഷങ്ങൾക്ക് കുറച്ചധികം വെല്ലുവിളി നേരിടുന്ന ഒരു മണ്ഡലം റാന്നി എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാറിന്റെ മണ്ഡലമാണ്, അത് അയാളുടെ സ്വന്തം തട്ടകം എന്ന് പറയുന്നതാണ് ഈ പറയുന്ന പത്തനംതിട്ട എന്ന് പറയുന്നത്. അപ്പൊ ആ പുള്ളിയുടെ പ്രവർത്തനങ്ങളാണെങ്കിലും വീഴ്ചകളെക്കാട്ടിലും അപ്പുറത്തേക്കും പുള്ളി കുറെ അധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നല്ല ഒരു PR ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഗണേഷ് കുമാറിനെ സംബന്ധിച്ച്. അയാളുടെ ഒരു വ്യക്തിപരമായ അല്ലെങ്കിൽ ഗണേഷ് കുമാറിന് അത്രത്തോളം നമുക്ക് ഇഷ്ടമുണ്ടോ എന്നതിനപ്പുറത്തേക്കും ഒരു മന്ത്രി എന്ന നിലയിൽ അയാളോട് ഇഷ്ടമുണ്ട്. ഗണേഷ് കുമാർ നല്ലൊരു മന്ത്രി തന്നെയാണ്. അതെ, മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തുകയാണ്. കാര്യം ട്രാൻസ്പോർട്ട് ജീവനക്കാരന്റെ മകനാണ് ഞാൻ. കാര്യം അദ്ദേഹത്തിന്റെ അച്ഛൻ R ബാലകൃഷ്ണപിള്ള ഈ വകുപ്പ് കൈകാര്യം ചെയ്തതാണ്. പെട്ടെന്ന് ഞാനങ്ങ് പറയാം, ഇപ്പൊ എന്ത് കൃത്യമായിട്ടാണ്. എന്റെ ഫാദറിന് പെൻഷൻ കിട്ടാതിരുന്ന സന്ദർഭമുണ്ട്, എനിക്കറിയാം. ഇതിനു മുമ്പിരുന്ന ട്രാൻസ്പോർട്ട് മന്ത്രി ആരായിരുന്നു, അതിനുശേഷം ഇപ്പൊ ഇദ്ദേഹം വന്നു, അച്ഛൻ മരിച്ചുപോയി, പെൻഷൻ കിട്ടാതെ കയറി. ഇപ്പൊ അങ്ങനെയല്ല. അപ്പൊ നമ്മൾ ഇതിനെ കൺക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്ക് പറഞ്ഞോളൂ. അല്ല, അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ പൊതുവെ മണ്ഡലക്കാർക്ക് ഇത്തരം ഒരു ഈ പാർട്ടി ഗ്രാമങ്ങളുടെ അപ്പുറത്തേക്കും പ്രതിനിധികളെ കണ്ട് വോട്ട് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ ഇത്തരം ഗ്രാമപ്രദേശങ്ങളിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ തന്നെ പെട്ടെന്ന് വോട്ട് കൂടാനാണെങ്കിലും പ്രമോദ് നാരായണൻ തന്നെ അവിടെ വീണ്ടും നിൽക്കുകയാണ് എങ്കിൽ അയാൾക്ക് ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ. അല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ഈ 3 സ്ഥലങ്ങളിലെ ജയമാണ് ഒരു മുന്നണിയുടെ ഭരണത്തിലേക്കുള്ള ചവിട്ടുപടി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്തിരിക്കുന്നത് മത്സരിച്ച അവിടുത്തെ MLA-മാർ തന്നെ വീണ്ടും മത്സരിക്കട്ടെ, ഇനി പുതിയൊരാളുടെ നിർത്തണ്ട. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ചേട്ടൻ പറയുന്ന രീതിയിൽ ഇത്രയധികം അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പ്രമോദ് നാരായണനോടൊപ്പം തന്നെ ഒരു സാധ്യത ഉള്ളത് മുൻ MLA ആയിരുന്നില്ല രാജു എബ്രഹാം തന്നെ വീണ്ടും മത്സരിക്കാനും ചാൻസ് ഉണ്ട്. ഇതിപ്പോ മാറ്റാൻ സാധ്യതയില്ല. പത്തനംതിട്ടയിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാൻ, ഇപ്പൊ അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണ്, സെക്രട്ടറിമാർ മത്സരിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് പറഞ്ഞത്. അല്ല, അപ്പോൾ പ്രവർത്തനങ്ങളിലേക്ക് വീണ്ടും ഇറങ്ങാനുള്ള ഒരു സാഹചര്യമായിരിക്കും അവിടെ കാണാൻ പോകുന്നത്. ഈ പറയുന്ന കേരള കോൺഗ്രസ് M രാഷ്ട്രീയം അല്ലെങ്കിൽ CPM രാഷ്ട്രീയം ഒക്കെ അല്ലെങ്കിൽ അങ്ങനെ മാറ്റി നിർത്തിയിട്ട് പൊതുവെ ഈ പറയുന്ന പ്രമോദ് നാരായണൻ എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം തന്നെ മന്ത്രിമാരുമായിട്ടൊക്കെ ഒരു അടുത്ത സൗഹൃദമുള്ള ഒരാളാണ്. പല പോസ്റ്ററുകളിനകത്തിലാണെങ്കിലും ഒരുപാട് ഉദ്ഘാടനങ്ങൾ ഞാൻ കണ്ടു. അപ്പൊ അതിനകത്തിലൊക്കെ ഈ പറയുന്ന രീതിയിൽ ആ ഒരു മണ്ഡലത്തെ അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്ന ഒരാളാണ് പ്രമോദ് നാരായണൻ. അപ്പോൾ അങ്ങനെ രീതിയിലാണെങ്കിൽ ഒരു കൂട്ടുകെട്ടായിരിക്കാം ചിലപ്പോൾ റാന്നിയിൽ കാണാൻ പോകുന്നത്. അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു രാഷ്ട്രീയ പ്രചാരണത്തിലേക്ക് ഒരു വൻ ഭൂരിപക്ഷം, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന നേരിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്നതിന്റെ അപ്പുറത്തേക്കും കുറച്ചും കൂടെ വൻ ഭൂരിപക്ഷത്തിലേക്കായിരിക്കാം ചിലപ്പോൾ ഇയാൾ തന്നെയാണ് നിൽക്കുന്നത് എങ്കിൽ അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രതിപക്ഷത്തിന്റെ തലവേദനയാകാൻ പോകുന്ന ഒരു സീറ്റ് കൂടിയാണ്. തീർച്ചയായിട്ടും. കാര്യം ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് കഴിഞ്ഞിട്ടുള്ള എല്ലാ സീറ്റുകളിലും പ്രതിപക്ഷത്തിന് നേരിയ തലവേദനയെങ്കിലും ഉണ്ടാകും. കാര്യം ഒരു നല്ല കാൻഡിഡേറ്റിനെ ഇറക്കുമ്പോൾ വേറൊരു കാര്യം, ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തൊരു MLA ജനം അങ്ങനെ അങ്ങ് കളയുമോ എന്നൊരു സംശയമുണ്ട്. പല മണ്ഡലങ്ങളിലും ആ ഒരു സ്ട്രാറ്റജിയാണ് ഇദ്ദേഹം ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് കാത്തിരിക്കാം പ്രമോദ് നാരായൺ എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുമോ അല്ലെ? റാന്നിയിൽ ഒരുക്കിയിരിക്കുന്ന സർപ്രൈസ് എന്താണെന്നാണ് നമുക്ക് അറിയാനുള്ളത്. ജനങ്ങൾ ഒരുക്കിയിരിക്കുന്ന സർപ്രൈസ് എന്ന് പറയുന്നത് അവരുടെ മനസ്സിരിപ്പ്.
നന്ദി.